ഞാൻ പറയുന്നത് ചിലപ്പോഴും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എക്സാജറേഷൻ പോലെ തോന്നിയാലും പലതും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ആണ്. അത് ഏത് ടൈം ലൈനിൽ വരും എന്നുള്ളതാണ്. എല്ലാ ടൈം ലൈനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ, ഫ്യൂച്ചർ ഈസ് ഫാസ്റ്റർ ദാൻ യു തിങ്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം ഇന്ന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടം എന്താ വെച്ചാൽ, നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ആലോചിക്കുക. ChatGPT സംസാരിക്കാൻ തുടങ്ങി, കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി, വർക്കുകൾ, ജോലികൾ ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ തുടങ്ങി. ഗോൾഡ് ഫിഷിൻ്റെ മെമ്മറി മാറിയിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ തുടങ്ങി. ഇവിടെ ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് AI സ്വയം ടീച്ച് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയേണ്ടത്. അഥവാ AIയുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് സ്വയം പഠിച്ചിട്ട് ഒരു പ്രോഗ്രാമർ വന്നിട്ട് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ലാതെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതായത് മുൻപ് പറ്റിയ ഒരു അബദ്ധം വീണ്ടും ആവർത്തിക്കാത്ത പോലെ ഒപ്റ്റിമൈസ് ചെയ്യാം. പലപ്പോഴും അതും നമുക്കൊരു ഹ്യൂമൻ ലെവലിൽ ചെയ്യുന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ. അതാണ് AIയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇതിനൊക്കെ പാരലലി AIയുടെ ഒരു ഫിസിക്കൽ AI എന്നുള്ള ഘട്ടമുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡിലേക്ക് AI വരുന്നു. ഇപ്പോൾ നേരത്തെ Grok 4 പ്ലസ് ടെസ്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ Grok 4 പ്ലസ് ഒപ്റ്റിമസ് റോബോട്ടുകളെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ലേബർ ഇൻറ്റൻസീവായിട്ട് ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന ജോലികളിലേക്കൊക്കെ ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഘട്ടമായിരിക്കും അടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ റിയൽ വേൾഡിൽ എല്ലാ ഡിവൈസുകളും സ്മാർട്ട് ഡിവൈസ് ആവുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ മേഖലയിലും ഇൻ്റലിജൻസ് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെ റിയൽ വേൾഡിൽ അവൈലബിൾ ആകും. അപ്പോൾ ഒരു കാലത്ത് സ്ക്രീനിൽ മാത്രം എൻജോയ് ചെയ്തിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ റിയൽ വേൾഡിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് AIയുടെ ഒരു പോക്കിന് അടുത്തൊരു 3-4 കൊല്ലത്തിനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ വന്നല്ലോ. അപ്പോൾ ഇനി ഡൂയിങ് സ്റ്റേജ് ഒരുപാട് വ്യാപിക്കും. അഥവാ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ട് AI ചെയ്യും. AI കാര്യങ്ങൾ കൂടുതൽ ഓർത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ ഫിസിക്കൽ വേൾഡിലേക്ക് AI ഇറങ്ങും. AI സ്വയം ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിനൊക്കെ എങ്ങനെ തയ്യാറെടുക്കണം എന്ന് പറയാം. നമുക്ക് ഇതിനൊക്കെ വേണമെങ്കിൽ കണ്ണടച്ചിട്ട് ഇങ്ങനൊന്നും സംഭവിക്കണില്ല എന്ന് പറയാം. വലിയൊരു ശതമാനം ആൾക്കാരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിമിറ്റഡ് ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആ ട്രെൻഡ് കാണുന്ന മൊമെൻറ്റ് തൊട്ടിട്ട് നമ്മൾ നമ്മുടെ നടപടിക്രമങ്ങൾ എടുത്തു തുടങ്ങണം. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷനോ മറ്റു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ AI ബാധിക്കുമോ എന്നുള്ളത് മറ്റാരേക്കാളും മനസ്സിലാവുക നിങ്ങൾക്കാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈസി ആയിട്ട് മനസ്സിലാവുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റ് മേഖലകളിൽ AI എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് അത് ഇവിടെ എങ്ങനെ വരും എന്നുള്ളതിന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മൂവ് ഓൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു 10-20 ആൾക്കാരെങ്കിലും ലിസ്റ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡെമിസ് ഹസാബിസ്, സാം ആൾട്ട്മാൻ, ഇലോൺ മസ്ക്, ജെൻസൺ ഹുവാങ്, മസായോഷി സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മേഖലയിലുള്ള ഒരു 10-20 പേരെങ്കിലും നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ വാക്കുകൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഗ്നിറ്റീവ് ലെവൽ ഇമ്പാക്റ്റിനെ കുറിച്ച് മറ്റുമൊക്കെ യുവാൽ നോവ ഹരാരിയൊക്കെ നന്നായിട്ട് വീഡിയോകൾ ഇപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പല ഭാഗങ്ങളിൽ സംസാരിച്ചതിൻ്റെ വീഡിയോസാണ്, ബട്ട് ദെൻ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. അപ്പോൾ അത്തരം ചർച്ചകളിൽ എൻഗേജ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫിലോസഫിക്കൽ തലവും അല്ലെങ്കിൽ ഇതിനെ ഹ്യൂമാനിറ്റി ഏതൊക്കെ തരത്തിൽ ബാധിക്കാം എന്നുള്ളൊരു ഘട്ടമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു 10-25 ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇവർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിലെല്ലാം നിങ്ങൾ എടുക്കാനല്ല പറയേണ്ടത്, പക്ഷേ എല്ലാം കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ആ ട്രെൻഡുകൾ നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി ബേസിസിൽ AI ടൂളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പല ടാസ്കുകൾ AI വെച്ചിട്ട് ചെയ്ത് നോക്കുക. AIക്ക് അത് നിങ്ങളെക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സ്മെൽ ചെയ്യണം, പെട്ടെന്ന് നിങ്ങൾ അപ്സ്കില്ല് ചെയ്യണം. AIക്ക് നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ചെയ്യാൻ കഴിയാത്തത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സ്കില്ലുകളിൽ നിങ്ങൾ ഡബിൾ ഡൗൺ ചെയ്യണം.